പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു എങ്കിൽ വളരെ വ്യക്തമായ അടയാളം ഉണ്ട്, അതിനൊരു സംശയവും വേണ്ട. വിശുദ്ധ വചനം അത് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കണം, വിശുദ്ധ പുസ്തകം അത് പഠിപ്പിക്കുന്നോ എന്ന്, ഉപദേശിക്കുന്നു എന്ന്. ഇത് ഒരു ഉപദേശമല്ല, ഇത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു ടെസ്റ്റിമണിയാണ്, ഇത് അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപദേശമല്ല. അതുകൊണ്ട് ഒരു വിധത്തിലും പരിശുദ്ധ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഒരു അടയാളം ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് ഉപദേശിക്കുവാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുവാനും സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെല്ലാം യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ള വിഷയം പഠിച്ചു വരികയാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് മുൻപ് നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കുറച്ചുകൂടെ അടുത്ത് ഈ വിഷയം അറിയുവാൻ സാധിച്ചു എന്നാണ്. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം കേട്ടോ, ഇന്ററാക്ട് ചെയ്യാം സാധിച്ചു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്ത് പറയുന്നു? പണ്ട് അറിഞ്ഞതുപോലെയാണോ അതോ കുറച്ചുകൂടി അത് അടുത്തറിയുവാൻ സാധിച്ചോ? കുറച്ചും കൂടി അടുത്തറിയാൻ സാധിച്ചു. ഓക്കെ. ആരെങ്കിലും ചോദിച്ചാൽ വാട്ട് ഈസ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നിങ്ങൾ മനസ്സിലാക്കിയത് പറയാം കേട്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പിതാവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെയാണ്. കമ്മിങ് അപ്പോൺ എ ബിലീവർ, the Holy Spirit coming upon a believer after he has been saved and baptized in the water. വെള്ളത്തിൽ ജലത്തിൽ സ്നാനപ്പെട്ട ശേഷം, രക്ഷിക്കപ്പെട്ട ശേഷം, ജലത്തിൽ സ്നാനപ്പെട്ട ശേഷം ആ വിശ്വാസിയെ ബലപ്പെടുത്തുവാനായിട്ട്, ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ബലപ്പെടുത്തുവാനായിട്ട് അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന ആ വിശുദ്ധ പ്രക്രിയ, ആ വിശുദ്ധ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനമെന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ ആരെല്ലാം തെറ്റിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ തെറ്റിപ്പോകരുത്. എന്താണ്? പിതാവിന്റെ വാഗ്ദത്തമായി ഒരു വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് ആ വിശ്വാസിയെ തന്റെ വിശ്വാസ ജീവിതത്തിൽ ബലപ്പെടുത്തി ക്രിസ്തുവിന്റെ സാക്ഷിയായി ഉറപ്പിക്കുവാനായിട്ട് ആ വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന ആ ദൈവിക ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് ആര് പറഞ്ഞു? യേശു ക്രിസ്തു പറഞ്ഞു, വേറെ ആരും പറഞ്ഞിട്ടില്ല. ഇതാണ് സ്നാപകനായ യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തുവാണ് സ്നാപകൻ എന്നാരാ പറഞ്ഞേ? പിതാവായ ദൈവം പറഞ്ഞു. ആരോട് പറഞ്ഞു? സ്നാപക യോഹന്നാനോട് പറഞ്ഞു. വളരെ ക്ലിയർ ആണല്ലോ, വളരെ സിമ്പിൾ ആണല്ലോ. നമുക്ക് കൂടുതൽ എന്താ പറയുന്നത്, ഡൗട്ട്ഫുൾ ആകേണ്ട ആവശ്യമില്ല. നമ്മളെ പലരും സംശയം കൂട്ടാൻ നോക്കും, അതും ഇതൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും പോകേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ 5 ക്ലാസ്സുകളിൽ കൂടെ എനിക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചതാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും ഇത് ഗ്രഹിക്കുവാൻ സാധിച്ചു എന്ന്. അതുകൊണ്ട് ആരെങ്കിലും പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കാതെ ഉണ്ടെങ്കിൽ അത് ഏൽക്കുവാനായിട്ട് വാഞ്ചിക്കുക, ആഗ്രഹിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പിതാവിനോട് ചോദിച്ചാൽ അവൻ എത്രയധികം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ആഗ്രഹിക്കണം. അപ്പോൾ ഇന്ന് ഒരു ചോദ്യം നമ്മൾ ആ ചോദ്യം മുൻപോട്ട് കൊണ്ടുവരികയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഏത് വിഭാഗവുമായിക്കൊള്ളട്ടെ, കാത്തലിക്, ഓർത്തഡോക്സ്, ജാക്കബൈറ്റ്, മാർത്തോമ, CSI, ഇവാഞ്ചലിസ്റ്റ്, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ്, പെന്തക്കോസ്റ്റ്, കരിസ്മാറ്റിക്, ഇതെല്ലാം വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളാണല്ലോ. ഇതിലുള്ള ഒരു യുവാവ് ഉറപ്പിക്കുകയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. അദ്ദേഹം അത് വാദിക്കുകയാണ്. എങ്കിൽ ആ വ്യക്തി പറയുന്നതിന് നമുക്ക് അങ്ങനെ അല്ല എന്ന് പറയാൻ സാധിക്കുമോ? എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ അത് നമ്മൾ എങ്ങനെ അറിയും? ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടു എന്ന് എങ്ങനെ നമ്മൾ അറിയും? ഒരു വ്യക്തി അവകാശവാദം നടത്തിയാൽ നമുക്കത് അംഗീകരിക്കുവാൻ സാധിക്കുമോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തി അവകാശവാദം പറയുക, ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവനാണ്, എനിക്കിനിയും അതിന്റെ ആവശ്യമില്ല, അതൊരിക്കൽ മാത്രമുള്ള സ്നാനമാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ
നമുക്കത് അപ്പാടെ അംഗീകരിക്കുവാൻ സാധിക്കുമോ? നമ്മെ തന്നെ ഇപ്പോൾ ഞാൻ പറയുക, ആൻസൺ എന്ന് പറഞ്ഞ ഞാൻ പറയുക, ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ അംഗീകരിക്കുവാൻ സാധിക്കും? പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് എന്തെങ്കിലും അടയാളം അല്ലെങ്കിൽ ഉറപ്പ് ഉണ്ടോ മറ്റുള്ളവര് കാണത്തക്ക വിധത്തിൽ? നമുക്ക് എങ്ങനെ വേറൊരാളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും? അപ്പോൾ ചോദിക്കുന്നതിന്റെ ആവശ്യമുണ്ടോന്ന്? ആവശ്യമില്ല, നമ്മൾ ജീവിച്ചാൽ മതി. പക്ഷേ നമ്മൾ സമൂഹ ജീവിതത്തിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ലോകത്തിന് മുമ്പാകെ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുമ്പോൾ, നമുക്ക് ലോകത്തോട് നമ്മളെ തന്നെ തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഒരാൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേദപുസ്തകപരമാണെന്നും ഞാൻ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നും എനിക്ക് സമൂഹത്തോട് തെളിയിക്കേണ്ട ഒരു ബാധ്യത, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നാം ഇന്നത്തെ ഈ വിഷയം കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ. സയൻസ് ഫോളോയിങ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ഇതിന് കുറിവാക്യമായി എടുക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യമാണ്. നമുക്കെല്ലാം അറിയാം, അത് യോവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തതാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഫോർ ദീസ് പീപ്പിൾ ആർ നോട്ട് ഡ്രങ്ക് ആസ് യു അസ്യൂം സിൻസ് ഇറ്റ് ഈസ് ഓൺലി ദ 3rd hour ഓഫ് ദ ഡേ. രാവിലെ 9 മണി ആയതേ ഉള്ളൂ. 3rd hour എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിയാണ്. അവിടെ കൂടി നിന്നവര് അതിൽ ഈ അന്യഭാഷകളിൽ അവർ സംസാരിച്ചത് മനസ്സിലാക്കാത്തവർ, അത് ഗ്രഹിക്കാത്തവർ, ഒരുപക്ഷെ അവരുടെ ഭാഷയിൽ അവരത് കേൾക്കാത്തവർ, ഒരു പക്ഷേ അവിടെ ആ ചുറ്റുവട്ടത്തുള്ള ഗലീലിയൻസ് ആയിരിക്കാം. കാരണം ഇവർ സംസാരിക്കുന്നത് ഗലീലിയ ഭാഷയിലല്ല. ഇവരിപ്പോൾ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ നാവിന്റെ മേൽ കൊടുത്ത വിവിധ ഭാഷകളിലാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് വന്ന യഹൂദന്മാർക്കൊക്കെ അത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സാധിച്ചു. എന്നാൽ ആ ലോക്കലായിട്ടുള്ള ഗലീലിയൻ മാത്രം അറിയാവുന്നവർക്കൊന്നും മനസ്സിലായില്ല. അവര് കേട്ടത് ജിബ്രീഷ് എന്ന് വിചാരിച്ചു. ഇവരൊക്കെ മദ്യപിച്ച്, വീഞ്ഞു കുടിച്ച് മദ്യപിച്ച് എന്തൊക്കെയോ പുലമ്പുകയാണെന്ന് പരിഹസിച്ചു. അപ്പോൾ അവരോടാണ് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, ഇവരാരും മദ്യപിച്ച് ലക്കുകെട്ടവരല്ല. ഇപ്പോൾ നടന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ സ്നാനമാണ്. യേശു ക്രിസ്തു പറഞ്ഞ അതേ കാര്യം. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി, ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു, അവർ പരിശുദ്ധാത്മാവിനാൽ ഉയരത്തിൽ നിന്ന് ശക്തിയെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ നാവിന്റെ മേൽ നൽകിയ ഭാഷകൾ അവർ ഉച്ചത്തിൽ സംസാരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരംഭിച്ചു. ഇത് കേട്ടവരാണ് കൂടി വന്നിരിക്കുന്നത്. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാളിനായിട്ട്. അപ്പോൾ അവരാണ് പത്രോസ് അപ്പോസ്തലനോട് കാര്യം ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ഈ കാണുന്നതൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉള്ള അശുദ്ധമായ ഒരു കാര്യമല്ല. ഇതെന്താണ്? ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം മുൻപേ അരുളി ചെയ്തത്, പ്രവചിച്ചത്, അതിന്റെ ഒരു പൂർത്തീകരണമാണ്, അതിന്റെ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആൻഡ് but this is what has been spoken through the prophet Joel, and it shall be in the last days, God says, that I will pour out my spirit on all mankind, and your sons and your daughters will prophesy, and your men will see vision, and your old men will see dreams. ഇംഗ്ലീഷിൽ will എന്ന ഒരു പദമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളതാ. അറിയാമല്ലോ, വിൽ എന്ന ആ പദം ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിന്റെ ഉറപ്പ്, വ്യക്തത അറിയാനാണ്. അത് ഭാവിയാണ്, ഭാവിയിൽ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ പകരപ്പെടുമ്പോൾ അവർ പ്രവചിച്ചിരിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കണ്ടിരിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനം കണ്ടിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? യോവേൽ പ്രവചനം പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ സ്നാനമാണെങ്കിൽ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മ സ്നാനത്തോട് അനുബന്ധിച്ച് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, അടയാളമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആരെങ്കിലും പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് അടയാളം ഇല്ല എന്ന് പറഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു അടയാളമുണ്ട്, ദൈവം പറയുന്നു അടയാളമുണ്ട്, പ്രവാചകൻ പ്രവചിച്ച് പറയുന്നു അടയാളമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ബലപ്പെട്ട പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് വിളിച്ചു പറയുന്നു അടയാളമുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് അടയാളം
ഇനി എന്തൊക്കെയാണ് അടയാളം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഞാനിത് ആദ്യം മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കുവാൻ എഴുതുകയാണ്. ഏതെല്ലാം അടയാളങ്ങളാണ് പരിശുദ്ധാത്മ സ്നാനവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ കാണുന്നത്? ഞാൻ പുതിയ നിയമത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പഴയ നിയമത്തിലേക്ക് പോകുന്നതാണ്. പഴയ നിയമത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ് പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തലൻ കോട്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ഒന്നാമത്, യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാകുക. ഇത് കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞതാണ്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ ബലം പ്രാപിക്കും, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. അപ്പോൾ ഒന്നാമത്തെ അടയാളമായിട്ട് ദൈവമക്കൾ മനസ്സിലാണ്. നമ്മൾ ഇതുവരെയും കേട്ടിരിക്കുന്നത് ഒന്നാമത്തെ അടയാളം അന്യഭാഷ പറയുന്നത്. അന്യഭാഷ പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ വേറെ ഒന്നും വേണ്ട. പക്ഷെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇതെനിക്ക് ഉറപ്പുണ്ട്, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് ഇതൊരു ആദ്യമായിട്ടുള്ള അറിവായിരിക്കുമെന്ന്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്റെ സാക്ഷികളാകും. ഇതാണ് ഒന്നാമത്തെ അടയാളം. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഒരു ഭയവും കൂടാതെ സാക്ഷ്യപ്പെടുത്തി ഈ ലോകത്തിന് മുമ്പാകെ ജീവിക്കുവാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ ഓർത്തുകൊള്ളണം, ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് ബലപ്പെട്ട വ്യക്തിയാണ്. ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഒരു വളരെ പ്രായമുള്ള ഒരു ദേവദാസൻ, അദ്ദേഹം അന്യഭാഷയിൽ സംസാരിച്ച് ഇന്നേ വരെ ആരും കേട്ടിട്ടില്ല. പക്ഷേ അനേകരുടെ മുമ്പാകെ ലോകത്തിൽ മിക്കവാറും എല്ലാ വൻകരകളിലും ചെന്നിട്ട് യേശു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയ, അനേകരെ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയ ഒരു ദേവദാസനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അദ്ദേഹം പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട വ്യക്തിയാണെന്ന്. അന്യഭാഷ പറയാത്തതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം കൂടി വരുന്ന കൂട്ടായ്മ പറഞ്ഞേക്കാം അദ്ദേഹത്തിന് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടില്ല എന്ന്. മനസ്സിലായി? അപ്പോൾ ഇത് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കണം. 2 യോവേൽ പ്രവചനം 2:28 പ്രവൃത്തികൾ 19:6 ഒക്കെ നമ്മൾക്ക് വ്യക്തമായി കാണുന്ന ഒരു കാര്യമാണ് പ്രവചനം. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ കാണുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രകാരം ഉള്ള അടയാളമാണ് പ്രവചനം. ഇത് നമ്മൾക്ക് സംഖ്യാപുസ്തകത്തിലേക്ക് പോകുമ്പോൾ 70 പേരുടെ മേൽ മോശയുടെ മേലുള്ള ആത്മാവിൽ നിന്ന് ഒരു അംശമെടുത്ത് 70 പേരുടെ മേൽ ദൈവം വെച്ചപ്പോൾ അവർ 70 പേരും പ്രവചിച്ചു എന്ന് കാണുന്നു. അതാണ് നമുക്ക് ആദ്യം കിട്ടുന്നതായ ഒരു അടയാളം. പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു അടയാളം അതാണ്. അപ്പോൾ അവരെല്ലാം പ്രവചിച്ചു. അതിന്റെ അർത്ഥം പ്രവചനം എന്ന് പറയുന്നത് ഒരുവൻ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഒരു അടയാളമാണ്. ഞാൻ അവസാനത്തേക്ക് വരുമ്പോൾ ഈ ക്ലാസ്സിന്റെ ഏറ്റവും അവസാനം സമയം അനുവദിക്കുന്നെങ്കിൽ കുറെ പഴയ നിയമ കൊട്ടേഷൻസ് ഉദ്ധരണികൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ വ്യക്തമാകും. അടുത്തൊരു അടയാളമാണ് ദർശനം. യോവേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെയുള്ള, അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലുള്ള ദർശനം. ദേ വിൽ സീ വിഷൻസ് ആൻഡ് ഡ്രീംസ്. ദർശനങ്ങളും അതുപോലെ സ്വപ്നവും കാണുമെന്നുള്ളത് അടയാളമാണ്. 4ാമത് വരുന്ന കാര്യമാണ് അന്യഭാഷാ ഭാഷണം. പ്രവൃത്തികളുടെ പുസ്തകം 2:4, പ്രവൃത്തികൾ 10:45, പ്രവൃത്തികൾ 19:6 ഇവിടൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റ ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് അവന്റെ നാവിന്റെ മേൽ കൊടുത്ത ഭാഷകൾ സംസാരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 5, അടുത്ത എല്ലാവർക്കും കാണുവാൻ സാധിക്കുന്നത്, നോക്കി നിൽക്കുന്ന എല്ലാവർക്കും, സ്നാനമേറ്റ വ്യക്തിക്ക് അറിയുവാൻ സാധിക്കുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ദൈവത്തെ ഉച്ചത്തിൽ മഹത്വീകരിക്കുക. ഗ്ലോറിഫൈ ഗോഡ് അലൗഡ്. ഇതെവിടെയാണ് നമ്മൾ കാണുന്നത്? പ്രവൃത്തികളുടെ പുസ്തകം 10:44-45. പത്രോസ് അവരോട് സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഇത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞ കാര്യമാണ്. അത് തന്നെ ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുകയാണ്. വാട്ട് സൈൻസ് ആർ സീൻ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് അസോസിയേറ്റഡ് with the baptism of the Holy Spirit? Be witness of Jesus Christ, prophecy, visions and dreams, speaking in tongues and praising God aloud. പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുകയാണ്. തുടർന്ന് ഇനിയും പ്രവൃത്തികളുടെ പുസ്തകത്തില് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട ഉടൻ നമ്മൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തേതാണ് സ്പീക്കിംഗ് ഇൻ ഡിഫറെന്റ് ടങ്സ് ആസ് promised by Jesus in Mark 16:16. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ വിവിധ ഭാഷകൾ സംസാരിക്കും. അപ്പോൾ യേശു കർത്താവ് മർക്കോസിന്റെ
സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ പറയുന്ന അതേ കാര്യമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ, അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ കാണുവാൻ സാധിച്ചത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഓൾ ഓഫ് ദം, അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ അന്യഭാഷകൾ സംസാരിച്ചു. കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്? ആൻഡ് ദേ വെർ ഓൾ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആ ഓൾ എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിരിക്കാൻ നോക്കുക. വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബിഗാൻ ടു സ്പീക്ക് വിത്ത് ഡിഫറെന്റ് ടങ്സ് as the Spirit was giving them the ability to speak out. അടുത്തത് ആക്ട്സ് 10:44 വരുമ്പോൾ all those who were listening. അടുത്തത് hearing them speaking with tongues. all those who were listening. കൊർണേലിയോസിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും, ആരെയും വിട്ടു കളഞ്ഞില്ല, എല്ലാവരും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. all of them were seen speaking in tongues. അവരെല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അടുത്തത് വരുമ്പോൾ 19:6 ആക്ട്സ് 19:6 വരുമ്പോൾ അവിടെ 12 ശിഷ്യന്മാരായിരുന്നല്ലോ. They began speaking with tongues and prophesying. There were about 12 men in all. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 12 പേരും അവർ യേശുവിന്റെ സ്നാനം സ്വീകരിച്ച് പൗലോസ് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ പ്രവചിക്കുകയും അന്യഭാഷകളിൽ അവർ 12 പേരും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 3 തെളിവുകൾ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം: അന്യഭാഷകളിൽ സംസാരിക്കുക എന്നത് പരിശുദ്ധാത്മാവിൽ സ്നാനത്തോട് അനുബന്ധിച്ച് ഏറ്റവും വേഗത്തിലും ഏറ്റവും എളുപ്പവും പ്രകടമായിരിക്കുന്ന ഒരു അടയാളമാണ്. The quickest sign എന്ന് നമുക്കതിനെ പറയാം. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് ദേവദാസന്മാർ പറയുന്നത്, ദൈവമക്കളെ, നിങ്ങൾ അന്യഭാഷ അടയാളത്തോടു കൂടി പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ സ്നാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തക ഭാഷ പരിശുദ്ധാത്മ സ്നാനമെന്ന നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുക എന്നുള്ളത്. നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കണം. ഇത് തന്നെയാണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളെല്ലാം അന്യഭാഷകളിൽ സംസാരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാം സംസാരിക്കും എന്നല്ല പറഞ്ഞത്, നിങ്ങളെല്ലാം സംസാരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംശയം ചോദിച്ചതുപോലെ 1 കൊരിന്ത്യർ 12 വരുമ്പോൾ എല്ലാവരും വിവിധ ഭാഷകൾ സംസാരിക്കുന്നില്ലല്ലോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നില്ലല്ലോ, എല്ലാവരും രോഗികളെ സൗഖ്യമാക്കുന്നില്ലല്ലോ, എല്ലാവരും വിവേചിക്കുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിന് ബോധിച്ച പ്രകാരമാണ് ഇത് നൽകുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, 99% ഒരുവൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുമ്പോൾ അവൻ അന്യഭാഷകളിൽ സംസാരിച്ചിരിക്കും. അത് ദൈവാത്മാവ് എല്ലാവർക്കും നൽകുന്ന ഒരു അടയാള വരമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പിതാവിനോട് നിങ്ങൾ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നിങ്ങൾക്ക് നൽകും. അപ്പോൾ അത് ഒരു ടഫായിട്ടുള്ള, ഡിഫിക്കൽട്ടായിട്ടുള്ള, പ്രയാസമുള്ള കാര്യമല്ല, വളരെ എളുപ്പമായൊരു കാര്യമാണ്. ഒരുവൻ മനസാന്തരപ്പെട്ട് ജലത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ കർത്താവിനോട് ചോദിക്കുക, പ്രിയ ദൈവമക്കൾ ഓർക്കുക, പ്രിയ മക്കൾ ഓർക്കുക, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങുക, കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തണമേ. നമ്മുടെ പെന്തക്കോസ്റ്റ് ഭാഷയിലായിക്കോട്ടെ, എനിക്ക് അഭിഷേകം തരണമേ, എന്നെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അതിനായി ഒരുക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വാസം ആരംഭിക്കും എന്ന് മറക്കരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട്, മഹത്വ സാന്നിധ്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ ഒരുക്കും, നിങ്ങൾക്ക് പാപബോധങ്ങൾ വരുത്തും. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിമിഷം, നിങ്ങൾ ജലത്തിലിറങ്ങി സ്നാനപ്പെട്ട നിമിഷം നിങ്ങൾ അതിലൊക്കെ പുതുക്കപ്പെടുകയായിരുന്നു. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയായിരുന്നു. നിങ്ങൾ മനസാന്തരപ്പെട്ട നിമിഷം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയും എന്നിൽ എന്തെങ്കിലും തയ്യാറെടുപ്പ് ആവശ്യമുണ്ടോ കർത്താവേ? നീ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചല്ലോ, നിന്റെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ നീ കഴുകിയല്ലോ, എൻ്റെ അകൃത്യങ്ങളെ കഴുകിയല്ലോ, എൻ്റെ ശാപമെല്ലാം നീ കുരിശിൽ വഹിച്ചല്ലോ, ഞാൻ ഇന്ന് അവിടുത്തെ പൈതലാണല്ലോ. ഇനിയും എന്തെങ്കിലും എന്നിൽ നടക്കേണ്ടതുണ്ടോ കർത്താവേ? എത്രയും വേഗം എന്നെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ, എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, എന്നെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ.
അതിന്റെ അടയാളമായിട്ട് നിങ്ങൾ അന്യഭാഷകൾ സംസാരിച്ചിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ 3 അടയാളങ്ങളില് അവിടെ കൂടിയിരുന്നവർ പരിശുദ്ധാത്മാവിൽ അന്യഭാഷകൾ സംസാരിച്ചുവെങ്കിൽ, നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമരിയയിലെ ജനമെല്ലാം സുവിശേഷം കേട്ട്, ആ മന്ത്രവാദിയായ ശിമയോൻ ഉൾപ്പെടെ സുവിശേഷം കേട്ടു, സുവിശേഷത്തിൽ വിശ്വസിച്ചു, അവരെല്ലാം ജലത്തിൽ സ്നാനപ്പെട്ടു. എന്നാൽ യെരൂശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ വന്ന് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവിടെ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടില്ല. വളരെ പ്രത്യേകമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ 3 സംഭവങ്ങളിൽ അവർ അന്യഭാഷകൾ സംസാരിച്ചെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇവിടെയും അവർ അന്യഭാഷകളിൽ സംസാരിച്ചിട്ടുണ്ട്, നമുക്കത് ഉറപ്പിക്കാം. പക്ഷെ അവിടെ ഒരു പ്രയാസം വരുന്നത്, എല്ലാവരും അവിടെ അന്യഭാഷകൾ സംസാരിച്ചോ? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ഒരു വിഷയം എടുത്ത് എഴുതാതിരുന്നത്. കാരണം നമുക്കറിയാം, ശിമയോൻ, സൈമൺ ദ മാഗസ്, സൈമൺ എന്ന മന്ത്രവാദി, ആ മന്ത്രവാദി മാനസാന്തരപ്പെടാതെയാണ് സ്നാനമേറ്റത്. യേശുവിൽ വിശ്വസിച്ചു. കാരണം എന്താണ്? അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. അനേക അശുദ്ധാത്മാക്കൾ ബാധിച്ചവര്, അശുദ്ധാത്മാക്കൾ അവരെ വിട്ടുപോയി. അനേക തളർവാദ രോഗികൾ ഫിലിപ്പോസിന്റെ കൈകളാൽ എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ടപ്പോൾ ഈ സൈമൺ എന്ന ഈ മന്ത്രവാദി, തനിക്ക് ഇത്രയും വർഷങ്ങൾ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഫിലിപ്പോസ് എന്ന ഒരു വ്യക്തി ചെയ്യുന്നത് കണ്ടപ്പോൾ അതിന്റെ ഭാഗമാകുവാനായിട്ട്, അത് തനിക്കും സ്വയം ചെയ്യുവാനായിട്ട് ഇവരോട് ചേർന്ന് നിന്ന് മാനസാന്തരപ്പെടാതെ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കാതെ സ്നാനപ്പെട്ടതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവന്റെ മേലും അപ്പോസ്തലന്മാർ കൈവച്ച് കാണും. പക്ഷെ അവൻ അന്യഭാഷയിൽ സംസാരിക്കുകയോ ഇതിന് തക്കത് അവർ അടയാളം കാണിക്കുകയോ ചെയ്ത് കാണാൻ വഴിയില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ ഇത് സംഭവിച്ചത് കണ്ടപ്പോൾ അവൻ അപ്പോസ്തലന്മാരുടെ, പത്രോസിന്റെ അടുത്ത് പണം കൊണ്ടുവന്ന് പറയുകയാണ്, ഞാനും കൈവയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കത്തക്ക വിധത്തിൽ എനിക്ക് ഈ വരം നൽകണമേ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമായി ഓൺലുക്കേഴ്സിന്, കണ്ടു നിൽക്കുന്നവർക്ക് അറിയുവാൻ സാധിച്ചു. ഇവിടെ ഇരിക്കുന്ന ഈ അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവിടെ ഒന്നുകിൽ അവർ അന്യഭാഷകൾ സംസാരിച്ചു, അല്ലെങ്കിൽ അവർ പ്രവചിച്ചു. ഇത് രണ്ടുമല്ല എങ്കിൽ അവർ അത്ഭുതങ്ങളെ ചെയ്തു, അവിടെ വീര്യപ്രവർത്തികൾ ചെയ്തു. കാരണം അവിടെ ധാരാളം രോഗികൾ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ദർശനം കണ്ടതായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും സ്വപ്നം കണ്ടതായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പോസ്തല പ്രവൃത്തി 8, 6, 7 വാക്യങ്ങളിൽ കൂടെ നമുക്ക് അറിയുവാൻ സാധിക്കും. തുടർന്ന് പരിശുദ്ധാത്മാവിൽ ഒരുവൻ സ്നാനപ്പെട്ടു എന്ന് അവകാശപ്പെടുമ്പോൾ, അത് നാം തന്നെയാണെങ്കിൽ, അത് ഞാനാണെങ്കിൽ, ഞാൻ എന്നോട് ചോദിക്കണം, ആ നിമിഷം എന്നിൽ എന്ത് അടയാളമാണ് മാനിഫെസ്റ്റ് ആയത്? ആ നിമിഷമാണ് പറയുന്നത് കേട്ടോ. ചിലർ പറയും, ഗലാത്യ ലേഖനം 5:19-20 പറയുന്നത് പോലെ ആത്മാവിന്റെ ഫലം ആണ് പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന്റെ അടയാളം. അല്ല. ഇത് പ്രിയമുള്ളവർ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ആ ഫലം എന്ന് പറയുന്നത് ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ, ഒരുവൻ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവൻ വീണ്ടും ജനിക്കുമ്പോൾ, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുമ്പോൾ ആ നിമിഷം മുതൽ ഒരു പുതിയ സൃഷ്ടിയാക്കപ്പെട്ട്, ഒരു പുതിയ ശിശുവാക്കപ്പെട്ട് വളർന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ ഉളവാകുന്ന ഫ്രൂട്ട്, ഫലമാണ് ഗലാത്യ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് അടയാളമല്ല. അത് സാവധാനം ഒരു വ്യക്തിയിൽ നമുക്ക് അറിയുവാൻ, ഗ്രഹിക്കുവാൻ, ഒരു ദൈവവൈദ്യയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ ഈ പറയുന്നത്, ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന നിമിഷം ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാ. അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വ്യക്തമായി അറിയുവാൻ കഴിയുന്ന വിധത്തിൽ ഇതാണ് അടയാളം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തി, ഈ പറയുന്ന ഞാൻ, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടില്ലയോ എന്നൊരു സംശയം അവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര തറപ്പിച്ച് പറയുന്നത്? ഒന്ന്, യോവേൽ പ്രവചനത്തിൽ അത് വ്യക്തമാക്കി കഴിഞ്ഞു. എങ്കിലും കുറച്ചുകൂടി അത് വ്യക്തമാക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പഴയ നിയമത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഏകദേശം 10 വാക്യങ്ങൾ എടുത്തിട്ടുണ്ട്. 10 അല്ല, ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും കൃത്യമായിട്ടുള്ള 10 വാക്യങ്ങൾ എടുത്തിട്ട്, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ, ഓർക്കുക, ഇത് പരിശുദ്ധാത്മാവിൽ സ്നാനമല്ല. ഇത് പഴയ നിയമത്തിൽ കർത്താവ് പ്രത്യേകമായി നിയോഗിച്ചവരുടെ മേൽ, കർത്താവ് പ്രത്യേകമായി അഭിഷേകം ചെയ്തവരുടെ മേൽ
ദൈവാത്മാവ് വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് 22 വരെ പഠിച്ചാൽ നമ്മൾക്ക് ഒരിടത്തും ഒരു അടയാളമില്ലാതെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ ഇറങ്ങി വന്നിട്ടില്ല. ഇത് വ്യക്തമാക്കിക്കോണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വന്നിട്ട് ഒരു അടയാളവും സംഭവിക്കാത്ത ഒരൊറ്റ സംഭവം പോലും വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, എന്റെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ കാണത്തക്ക വിധത്തിൽ, അനുഭവിക്കത്തക്ക വിധത്തിൽ അടയാളം ഉണ്ടായിരിക്കും. കാരണം എന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ എന്റെ മേൽ വരുന്നത് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്, ഡ്യുനാമിസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡൈനാമൈറ്റ് പൊട്ടുമ്പോൾ അത് കാണാം, അത് കേൾക്കാം. സ്തോത്രം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 16:6 നമ്മൾ വായിക്കുമ്പോൾ, then the spirit of the Lord rushed upon him. ആരുടെ മേലാ? ശിംശോന്റെ മേൽ ശക്തിയോടെ വന്നു, rushed upon him. and അവിടെ എന്താ സംഭവിച്ചത്? ശിംശോൻ അമാനുഷികമായ പ്രവൃത്തികൾ ചെയ്യുന്നത് എല്ലാവർക്കും കാണുവാൻ സാധിച്ചു വ്യക്തമായിട്ട്. അതുകൊണ്ട് എഴുത്തുകാരൻ എഴുതിയത്, അവന്റെ മേൽ പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് ശക്തിയോടെ പ്രവഹിച്ചു വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ മലവെള്ള പാച്ചിൽ പോലെ, അതാ റഷ് അവിടെ കൊടുത്തിരിക്കുന്നത്, വലിയ മലവെള്ള പാച്ചിൽ പോലെ അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് ശിംശോന്റെ മേൽ വന്നു. അടുത്തത് നമുക്ക് 1 ശമൂവേൽ 16:13. then Samuel took the horn of oil and anointed him. ആരെ? ഡേവിഡിനെ, ദാവീദിനെ അഭിഷേകം ചെയ്ത നിമിഷം അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? and the spirit of the Lord rushed upon David from that day. ആ ദിവസം മുതൽ, ആ നിമിഷം മുതൽ ദാവീദ് പോകുന്നിടത്തൊക്കെ ദാവീദിന്റെ മേൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വരും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ദാവീദ് എന്താ ചെയ്യുന്നത്? നമ്മള് 1734 വരുമ്പോൾ ദാവീദ് സാക്ഷ്യം പറയുക. കാരണം ഇവിടെ അഭിഷേകം പ്രാപിച്ച് തിരികെ കാട്ടിലേക്ക് പോയി. അവിടെ നിന്നാണ് വീണ്ടും വന്നിട്ട് ഈ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് അപ്പവും അടയും ഒക്കെ കൊടുത്ത്, പാൽക്കട്ടിയും ഒക്കെ കൊടുത്തു വിടുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിക്കുകയാണ്. ഗോലിയാത്തിന്റെ വെല്ലുവിളിയുടെ മുമ്പില് ഇസ്രായേൽ സൈന്യം, ഇസ്രായേൽ രാജാവും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ദാവീദ് അവിടെ ചെല്ലുന്നത്. ദാവീദ് എന്താ പറയുന്നത്? താൻ ചെയ്ത സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. സിംഹത്തെ വലിച്ചു കീറി, കരടിയെ വലിച്ചു കീറി, എന്നിട്ട് അവന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. അപ്പോൾ ഈ അഭിഷേകത്തോടെയാണ്, ഈ പരിശുദ്ധാത്മാ നിറവോടെയാണ് ദാവീദ് ഈ ഗോലിയാത്തിന് നേരെ ചെല്ലുന്നത്. അപ്പോൾ ദാവീദിന്റെ മേൽ പകർത്തപ്പെട്ട ആ ദൈവാത്മാവിന്റെ അഭിഷേകമാണ് ഗോലിയാത്തിനെ കൊല്ലുവാനായിട്ട്, ഗോലിയാത്തിനെ ജയിക്കുവാനായിട്ട്, ഇസ്രായേലിന് മുഴുവൻ ജയമുണ്ടാകുവാനായിട്ട് ദാവീദിനെ ബലപ്പെടുത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ വ്യക്തമായ അടയാളം അവൻ ചെയ്തിരിക്കും. നമ്മൾ അടുത്തത് പോകുന്നു, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ ചാപ്റ്റർ 11:29. ഇവിടെ യിഫ്താഹിന്റെ മേൽ then the spirit of the Lord was upon Jephthah. യിഫ്താഹിന്റെ മേല് ദൈവാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? അവിടെ നിങ്ങളത് വായിക്കണം, നിങ്ങൾ വേദപുസ്തകത്തിലെ ആ ഭാഗം വായിക്കണം. സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ യിഫ്താഹ് ചെയ്തതായിട്ട് നമ്മൾ കാണും. ഓർത്ത് നോക്കുക, യിഫ്താഹിനെ അവന്റെ സഹോദരന്മാരെല്ലാം വീട്ടിൽ നാട്ടി പായിച്ചതാ. നീ ജാരസന്തതിയാണെന്ന് പറഞ്ഞു, വേശ്യാപുത്രനാണെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം യിഫ്താഹിനെ എടുത്ത് നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആള് മാറിയവനായി വ്യക്തമായി. തുടർന്ന് നമ്മൾ 1 ശമൂവേൽ 10:6 വരുമ്പോൾ then the spirit of the Lord will rush upon. ഇത് ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗലിനോട് പറയുന്ന കാര്യമാണ്. then the spirit of the Lord will rush upon you and you will prophesy. അതിവിടെ സംഭവിക്കുന്നത് 10:10 അത് വ്യക്തമായിട്ട് സംഭവിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ശൗലിന്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ശൗല് പ്രവചിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ വണ്ടേഴ്സ്, മിറക്കിൾസ്. രണ്ടാമത് ഇവിടെ കാണുന്നത് പ്രവചനം. ഞാൻ ആദ്യം പറഞ്ഞ മോശയുടെ 70 പേരുടെ മേൽ, മോശയുടെ മേലുള്ള ദൈവാത്മാവിന്റെ ഒരു അംശം എടുത്ത് അവരുടെ മേൽ വെച്ചപ്പോൾ അവരെല്ലാം പ്രവചിച്ചു. അപ്പോൾ ഇവിടെ പ്രവചനം നമ്മൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ആക്ടിവിറ്റീസ്, സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മിറക്കിൾസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തത് നമ്മള് സംഖ്യാപുസ്തകത്തില് ബാലാമിന്റെ മേൽ the spirit of God came upon Balaam and he began to prophesy. He took up his discourse എന്ന് അവൻ പറയുവാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ എന്താണത്? അത് പ്രവചനമാണ്. അവൻ പ്രവചിക്കുവാൻ തുടങ്ങി.
അടുത്തതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 14-ാം അധ്യായത്തിൽ നമ്മൾ ശിംശോനിലേക്ക് വീണ്ടും വരികയാണ്. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് റഷ്ഡ് അപ്പോൺ ഹിം, ശിംശോന്റെ മേല്. And he went down to Ashkelon and struck down 30 men of the town and took their spoil and gave the garments to those who had told the riddle. ഇവിടെയും ശിംശോന്റെ മേൽ ദൈവാത്മാ വീണ്ടും ഇറങ്ങി വരുന്നു. അപ്പോൾ അഷ്കലോണിൽ പോയിട്ടൊരു വലിയ സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റി, അനേകരെ കൊന്ന് അവരുടെ വസ്ത്രം എടുത്തുകൊണ്ട് വരുന്ന ഒരു കാര്യം. ഇതൊന്നും നമുക്ക് നല്ലതെന്ന് ഇപ്പോൾ ഹൃദയത്തിൽ തോന്നുന്നു, പക്ഷെ ഇതൊക്കെ ദൈവനിശ്ചയമാണ്. ദൈവത്തിന്റെ അഭിഷേകത്താൽ ചെയ്ത പ്രവൃത്തിയാ ശിംശോൻ. അതുകൊണ്ട് നമുക്ക് അതിനെ വിധിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ അനുവാദമില്ല. അത് അതുപോലെ വിശ്വസിക്കുക മാത്രമാണ് ദൈവമക്കൾ ചെയ്യേണ്ടത്. അടുത്തത് വീണ്ടും ശിംശോന്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്നപ്പോൾ തന്റെ കയ്യിൽ കെട്ടിയിരുന്ന ചരടുകൾ വെറും ചണച്ചരടായിട്ട് അത് തീ പിടിച്ച്, അത് തീ കത്തി വെറും ചാരമായി പോയ ഒരു സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയും ദൈവാത്മാവ് ശിംശോന്റെ മേലെ വന്നപ്പോൾ, അല്ലെ ഒരു മനുഷ്യന്റെ മേലെ വന്നപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ തക്ക വിധത്തിലുള്ള അടയാളം ഉണ്ടായി. ഞാൻ അവസാനത്തെ പറയുന്നത് 2 ദിനവൃത്താന്തം 15:1. Now the spirit of God came on Azariah, the son of Oded, and he went out to meet Asa and said to him, prophesied to him, listen to me, Asa and all എന്ന് പറഞ്ഞ അവിടെ പ്രവചിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ കാണുവാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു എങ്കിൽ വളരെ വ്യക്തമായ അടയാളം ഉണ്ട്. അതിനൊരു സംശയവും വേണ്ട. വിശുദ്ധ വചനം അത് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കണം, വിശുദ്ധ പുസ്തകം അത് പഠിപ്പിക്കുന്നോ എന്ന്, ഉപദേശിക്കുന്നോ എന്ന്. ഇത് ഒരു ഉപദേശമല്ല, ഇത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു ടെസ്റ്റിമണിയാണ്. ഇത് അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപദേശമല്ല. അതുകൊണ്ട് ഒരു വിധത്തിലും പരിശുദ്ധ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഒരു അടയാളം ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് ഉപദേശിക്കുവാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുവാനും സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രിയമുള്ളവർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വ്യക്തമായി ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് ഉപദേശമല്ല, ഇത് ഉപദേശമായി പഠിപ്പിക്കുന്നതല്ല, ഇത് ഒരു സാക്ഷ്യമാണ്. വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആരുടെയെങ്കിലും മേൽ എപ്പോഴെങ്കിലും ദൈവാത്മാവ് വന്നുവെങ്കിൽ വിസിബിൾ, ആപ്രിഹെൻസീവ് സൈൻസ്, ആബ്സല്യൂട്ട് സൈൻസ് അഥവാ അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ടെസ്റ്റിമണിയാണ്. അതുകൊണ്ട് നമ്മൾക്കത് വിശ്വസിക്കാം, നമ്മൾക്കത് അംഗീകരിക്കാം. എന്നാൽ ഇതൊരു ഉപദേശമായി നമ്മൾ സ്വീകരിക്കുവാൻ പാടില്ല. ഇറ്റ് ഇസ് നോട്ട് എ ബിബ്ലിക്കൽ ഡോക്ട്രിൻ ടു ബി ടോട്ട്. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം.